2009 മുല്ലപ്പെരിയാർ ഡാമിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് അതിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ലഘുനാടകം സ്കൂൾ കുട്ടികളുടെയും ടീച്ചർമാരുടെയും ചേർത്ത് ആനുവൽ ഡേ പ്രോഗ്രാമിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ചവറ ദർശൻ സ്കൂൾ കൂനമാവിൽ ആണ് ആ നാടകം അവതരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ വലിയ ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ സർക്കാരിന്റെ കണ്ണു തുറക്കുകയുള്ളൂ. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. തേക്കടി ബോട്ട് അപകടം പോലെയുള്ള എത്രയോ ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങി. അങ്ങനെയുള്ള ഈ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ മുൻകൂട്ടി നാം കണ്ട് അതിനെ വിലയിരുത്തി നമ്മളതിനെ പ്രതിരോധിച്ച് അതിൻ്റെ നേരായ വഴികൾ ഇവിടെ ഏതെല്ലാം തരത്തിൽ വിളിച്ചു പറഞ്ഞാൽ പോലും സർക്കാരിനോ പൊതുജനങ്ങൾക്കോ ഒന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു രീതിയാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. എന്തെല്ലാം ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇനിയും എന്ന് ഈ അടുത്ത പുതിയ തലമുറയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും. ഞാനൊരു ആർട്ടിസ്റ്റും സ്കൂൾ അധ്യാപകനും കൂടിയാണ്. ഈ ഒരു ലഘുനാടകം നിങ്ങൾ ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടി അത് കാണിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. മുല്ലപ്പെരിയാർ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട്. 114 വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂർ മഹാരാജാവ് തന്റെ ഹൃദയ രക്തം കൊണ്ട് എഴുതിക്കൊടുത്ത ഉടമ്പടിയിൽ ഉണ്ടായ ഒരണക്കെട്ട് കാലപ്പഴക്കത്തിൽ അടർന്നു തുടങ്ങിയ കോട്ട. എന്റെ കുട്ടി, അത് പൊട്ടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഞാനും നീയും ഈ നാടും എല്ലാം തീരുമല്ലോ. ദൈവമേ, ആരും ഇതൊന്നും ഓർക്കുന്നില്ലല്ലോ. പ്രാദേശിക വാർത്തകൾ. ബസ് ചാർജ് വർധനവിന്റെ പേരിൽ സർവീസ് മുടങ്ങരുതെന്ന് ഹൈക്കോടതി. റോഡ് നിയമങ്ങൾ VIP-കൾക്കും VVIP-കൾക്കും ഒരുപോലെ ബാധകമാണെന്ന് ഡിവിഷൻ ബെഞ്ച്. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ വിപണിയിൽ ഇറക്കണമെന്ന് മന്ത്രിമാരടങ്ങുന്ന യോഗത്തിൽ തീരുമാനമായി. കാലാവസ്ഥ. തിരുവനന്തപുരം 7.9 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. കൊച്ചി 8.2, കോഴിക്കോട് 7.3 സെന്റിമീറ്റർ മഴയും രേഖപ്പെടുത്തി. കേരളത്തിൽ ഒരാഴ്ച കൂടി കനത്ത മഴ തുടരും. ഇടുക്കിയിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവരും മീൻപിടുത്തക്കാരും ജാഗ്രതയോടെയിരിക്കാൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നിങ്ങൾ കേട്ടത് പ്രധാന വാർത്തകൾ. അടുത്ത ബുള്ളറ്റിൻ 7:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓ, എന്നാ മഴയാ വാക്കുവേ. കടുത്തുള്ള ചായ കൊണ്ടെടുത്തേ. കട്ട മതിയേ. ആരാ ഈ മഴയത്ത് ഓടി വരുന്നേ? എന്നാ പറ്റിയാവോ? അത് നമ്മുടെ തുമ്മിച്ചായല്ലേ. എന്നാ പറ്റിയ തുമ്മിച്ചായ? പോയടവേ, എല്ലാം നശിച്ചു പോയി. ഈ കാറ്റും മഴയും എന്റെ കൃഷി ആകെ കൊണ്ടുപോയി. എന്റെ കർത്താവേ, ഇനി ഞാൻ എന്നാ ചെയ്യും? ഓ, ഇതായിപ്പോ വലിയ കാര്യം. ഈ ചായം കുടിച്ച് തണുപ്പങ്ങ മാറട്ടെ. അല്ലേലും ഇതൊക്കെ നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. ഈ വിളവിന് എന്റെ മകളുടെ കല്യാണം നടത്താനിരുന്നതാ. ഒക്കെ ശരിയാവും തോന്നിച്ചായ. തീർന്നല്ലോ. ഇനി ഞാൻ എന്നാ ചെയ്യാനാ? ഓ, ഈ മഴ ഇങ്ങനെ അങ്ങോട്ട് തുടർന്ന ഡാമിന്റെ കാര്യം എന്നാ പറ്റുമോ എന്തോ. നാം എങ്ങനെയായാലും മറ്റുള്ളവർക്ക് എന്താ നശിക്കുന്നത്? നമ്മളും നമ്മുടെ തലമുറകളും മാത്രം. ശരിയാ. ഒരു കൂട്ടർക്ക് വെള്ളം കിട്ടിയാൽ മതി, മറ്റൊരു കൂട്ടർക്ക് സ്വന്തം ജീവനെ പോലെ പോറ്റുന്ന എല്ലാം നഷ്ടമാവുന്നു. മഴ കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ. നാത്ത വരുന്നുണ്ട്. എന്റെ പുണ്യാളച്ച, അവിടെ പിള്ളേര് നയിച്ച. എന്നാ ഞാനങ്ങോട്ട്. ഇവിടെ വന്ന് കുത്തിരിക്കുന്നതാണ്. ഇങ്ങോട്ട് വന്ന് ആടിനെ മാറ്റി കിട്ടി. മഴ പേര് എനിക്ക് കണ്ടുപിടി. അല്ല
കണ്ട്. വാസുവേ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാന്നേ. അപ്പൊ ശരി. വാസുവേ, വാസുവേ, കാതരേ, കാതരേ, എല്ലാം പോയി, എല്ലാവരും പോയി. ഞാനിനി എന്നാ ചെയ്യും? എന്തിനാ കർത്താവേ എന്നെ മാത്രം ബാക്കി വെച്ചത്? അയ്യോ, ആരാ നിങ്ങൾ? ഞാൻ മേലെ തേനിപ്പാലത്തെയാ. എന്റെ ഭർത്താവും കുട്ടിയും എന്റെ കൺമുന്നിൽ മുങ്ങി താഴുന്നത് എന്റെ അമ്മേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. വേണ്ട കുട്ടി, വേണ്ട. കരഞ്ഞിട്ടെന്തിനാണ്? അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിനിടയിൽ നമ്മുടെ കണ്ണുനീരാരെ കാണാൻ? അഴിമതി കൊണ്ടും പീഡനം കൊണ്ടും അധികാരം വെട്ടിപ്പിടിച്ച് ഇരുളറഞ്ഞ മനസ്സുകൾ ഈ കണ്ണുനീരിന്റെ വേദന അറിയില്ല മോളെ. ഒന്നുണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള പല ദുരന്തങ്ങളും ഒഴിവാക്കാമായിരുന്നു. ആരോട് പറയാം? ആരുണ്ട് ചോദിക്കാം? ആരോട് പറയാം? ആരുണ്ട് ചോദിക്കാം? ആരോട് പറയാം? ആരുണ്ട് ചോദിക്കാം? തീർന്നില്ലേ എന്റെ ദൈവമേ? എല്ലാം തീർന്നില്ലേ? ഒളിച്ചുകളിയും പരസ്പരം കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് മതിയായില്ലേ? പ്രതികരിക്കാൻ അശക്തരായൊരു സമൂഹമാണോ ഇത്? A stitch in time saves nine. A stitch in time saves nine. ആരും ഇതൊന്നും ഓർക്കുന്നില്ല, ആരും ഓർക്കുന്നില്ല. ഇന്നിതിവിടെ, നാളെ ലോകത്തിന്റെ മറ്റേതെങ്കിലും കോണിൽ സുനാമിയായും റീത്തയായും ബോട്ടപകടമായും മിന്നലായും മഴയായുമെല്ലാം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും.